ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇതെങ്ങനെ തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായി 3 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് താഴെയുള്ള വേവേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിടാനുള്ള തേങ്ങ തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, അല്പം ഉപ്പ്, ഒരല്പം വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പച്ചടിക്ക് തൈര് ചേർക്കുമ്പോൾ ഒരുപാട് ചൂട് നമ്മൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് തൈര് പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ച് ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, അവസാനമായി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പച്ചടി തയ്യാറായിരിക്കുകയാണ്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.